ഹലോ ചേട്ടാ, ചേട്ടാ, ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് എന്താ വന്നേ മോനെ? ചേട്ടാ. ആ, എന്താ എന്താ മോനെ? ചേട്ടാ നമ്മുടെ ഈ രാധാകൃഷ്ണൻ ചേട്ടന്റെ മോൻ. വാഴക്കുഴിയിലെ അതെ 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 അതെ. രാധാകൃഷ്ണന്റെ മോന്റെ ആ കാര്യമാണ് അതെ പറഞ്ഞത്. അതെ അതെ അതെ, ജ്യോതിഷ്. അപ്പം അവനെ പറ്റി അറിയാം അവനൊരു അറിയാം. ആ ഞങ്ങളുടെ അടുത്തുനിന്ന് അവനൊരു അതെ, ആലോചന വന്നേ. അപ്പാപ്പനാണ്. ആണോ? അതെ, അയ്യോ ചേട്ടാ, ഒത്തിരി സന്തോഷം. അപ്പൊ എന്റെ ഒരു കസിൻ ചേച്ചിയുടെ മോളുമായിട്ട് ഒരു ആലോചന വന്നേ. കല്യാണക്കാരി അല്ലേ? ആ ആ, അപ്പൊ കല്യാണം ഒന്ന് ആ. ആലോചിക്കാനായിട്ടായിരുന്നേ. ഇപ്പം നിങ്ങൾ എന്നോട് അത് ചോദിച്ചത് നന്നായി. വേറെ ആരോടും ചോദിക്കാതെ നിങ്ങൾ എന്നെ കണ്ടത് നന്നായി. ഇപ്പം എന്റെ അതിന് ചേട്ടാ വല്ല പ്രശ്നമുണ്ടോ? എന്റെ അപ്പാപ്പനാണ് വകയില്. എന്നാലും അത് മനസ്സിലായി ചേട്ടാ. ഞാൻ പറയണമല്ലോ. നമുക്ക് ആ, മനുഷ്യരാണ് വലുത് അല്ലേ? ചേട്ടൻ അത് പറയണോ? എന്തെങ്കിലും എന്റെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ട് അറിയണം. പെൺകുഞ്ഞുങ്ങൾ. അപ്പൊ മനുഷ്യരാണ് വലുത്. അത് വേറൊന്നുമല്ല. നിങ്ങള് ആ വേറൊരു ആളെ ആ കണ്ടുപിടിക്കുന്ന നല്ലത്. ആ അല്ലേ? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേട്ടൻ പറ, ഞങ്ങളോട് പറ. ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ഇല്ല, ഞങ്ങൾ ഞാൻ ആരോട് പറയും? പറഞ്ഞു ഞങ്ങൾ അങ്ങനല്ലല്ലോ ചേട്ടാ. അറിയാവുന്ന കാര്യമാണ്. ആ പറയൂ ചേട്ടാ. അവന് പിള്ളേരുണ്ടാകുകയല്ല. ഏ, സത്യമാണോ ചേട്ടാ? ട്രീറ്റ്മെന്റ് ഒന്നും നടത്തിയിട്ടൊന്നും ഒരു ട്രീറ്റ്മെന്റ് കാര്യമില്ല. ഇല്ലേ? ഉണ്ടാകുകയല്ല. ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും കാര്യമില്ല. നോക്ക് ഒന്ന്. ഓ, എന്റെ ചേട്ടാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചേട്ടാ അതിനകത്ത്? നിങ്ങൾ വേറൊരിടത്ത് പോയി നിങ്ങൾ നാട്ടിൽ തിരക്കിക്കോ. നിങ്ങൾ എന്നോട് തിരക്കിയത് ഞാൻ സത്യം പറയും. കാരണം എന്റെ കുടുംബത്തിലെ കൊച്ചാ. ചേട്ടനെ പക്ഷെ കണ്ട എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവന് ചേട്ടനെ കണ്ടപ്പോ എനിക്കത് തോന്നി, അതുകൊണ്ടാ ഇല്ല, പറഞ്ഞേ. നമ്മള് പെൺകുഞ്ഞുങ്ങളാ. നമ്മള് അങ്ങനെ ജീവിതം കളയരുതല്ലോ, അതെ ചേട്ടാ, അതുകൊണ്ട്. അതെ. ഓ ഓ ശരി. ഓ ഓ ചേട്ടാ കണ്ടത് ഒത്തിരി സന്തോഷം ചേട്ടാ. ഓ ആയിക്കോട്ടെ. ഒത്തിരി സന്തോഷം ചേട്ടാ. ശരി. ഇത്രയും നല്ലൊരു കാര്യം. ഓ ഓ വരുന്നേ. ചേച്ചി, ചേച്ചി, ആ ആ ആ ആ, ആ, ചേച്ചി, കേറിയിരിക്കും. ഞങ്ങളെ ഒരു കാര്യം അതാരായിരുന്നു തിരക്കാനായിട്ട്. മനസ്സിലായില്ലായിരുന്നേ. വേണ്ട ചേച്ചി. ഞങ്ങളെ ഈ ആ വാഴക്കുഴിയിലെ വാഴക്കുഴിയിലെ രാധാകൃഷ്ണൻ ചേട്ടന്റെ. അതെ അതെ, രാധാകൃഷ്ണൻ ചേട്ടന്റെ മോന്. അവന്റെ കാര്യം ഒന്ന് ഞങ്ങളുടെ കൂട്ടരായിട്ടൊരു നമുക്കറിയാം ആലോചന അറിയാം. അവനുണ്ട്. അപ്പൊ അവന് ആ അവന്റെ പേര് എനിക്ക് ജ്യോതിഷ്. ജ്യോതിഷ് അല്ലേ? ആ ഇവിടെ ജ്യോതിഷ്. വെടിക്കെട്ട് മുള്ളി എന്നാ വിളിക്കുന്നത്. കാരണം ഇവിടെ അമ്പലത്തില് നമ്മുടെ അയ്യോ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് നമ്മള് വെടിക്കെട്ട് വന്നപ്പോ നടക്കുമ്പോ കണ്ടേ. പേടിച്ച് മൂത്രം ഒഴിച്ചു പോയി. വെടിക്കെട്ട് മുള്ളി എന്നാ ഇവിടെ എല്ലാരും ചോദിച്ചാൽ അച്ഛോ, അങ്ങനെ പറയുള്ളൂ. ആണോ? അത് ആ, ഇങ്ങോട്ട് അവൻ എങ്ങനെയുണ്ട് വരുന്ന ചേച്ചി? ആരെങ്കിലും അവനെ പറ്റി കണ്ടായിരുന്നോ? ഒന്ന് അറിയാൻ. ഇങ്ങോട്ട് വരുന്നേ ഇല്ല. ഇല്ല ഇല്ല, ആരും കണ്ടില്ല ചേച്ചി. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആരും കണ്ടില്ല. വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒന്നും കൊണ്ടല്ല. അവന് ആ ഇവിടെ അല്ലായിരുന്നു നമുക്ക് കുറെ നാളെ. ആ അവന് അങ്ങ് ബാംഗ്ലൂരായിരുന്നു. അറിയോ? ആഹാ, അപ്പൊ അവിടുന്ന് വന്നപ്പോ ആഹാ, ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോ ആ കൂടെ ഒരു ആ പെങ്കൊച്ചുണ്ടായിരുന്നെന്നോ. അതിന്റെ കയ്യിൽ ഒരു 3-4 അയ്യോ, മാസമുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നെന്നോ. കൈക്കുഞ്ഞു ഞാനൊരു ആള് കൊച്ചോ? കണ്ടതായിട്ട് ഇങ്ങനെ പറഞ്ഞേ. നമുക്ക് എനിക്ക് പരദൂഷണം അങ്ങനെ ഇങ്ങനെ നാട്ടുകാരെ കുറിച്ച് ദൂഷിപ്പ് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നിങ്ങളിപ്പോ എന്റെ വീടിന്റെ ഇല്ല വാതുക്ക ചേച്ചി. വന്നു ഇവിടെ കയറി വന്ന് എന്നോടൊരു കാര്യം ചോദിച്ചപ്പോ അത് ഞാൻ ചേച്ചിയോട് ജലജ ഇവിടെ ചേച്ചി കണ്ടപ്പോ നമുക്കൊന്ന്. ആരെ മോനെ പറ്റിക്കുകയല്ല. ജലജ ചേച്ചിക്ക് അതിന്റെ ആവശ്യമില്ല. ആ, അതാണ് ഞാൻ ചേച്ചി കാണുമ്പോ മനസ്സിലാവും ചേച്ചി അത്. സത്യമുള്ളൊരു സ്ത്രീയാണ്. അറിയാമോ? എന്റെ എന്റെ എല്ലാരും പറയും. എന്റെ ഇവിടെ ഉള്ളവരൊക്കെ ചോദിച്ചു ഞാൻ സത്യം പറയുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഒരു ആ കുടുംബശ്രീയിലും കയറ്റുകയല്ല. ഞാൻ അത്രയ്ക്ക് സത്യസന്ധയാ. ആണോ ചേച്ചി?